പ്രിയപ്പെട്ട മക്കളെ, പ്രതിഭാ പാട്ടീലിന്റെ ചെറുമകൻ, അതായത് കൊച്ചു കുഞ്ഞിന്, അതായത് മകളുടെ കുഞ്ഞിന് ICUവിൽ കിടക്കുമ്പോൾ മരിച്ചു പോകും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ മരണത്തിലേക്ക് വിട്ട സമയത്താണ് പ്രതിഭാ പാട്ടീൽ, നിങ്ങൾക്കറിയാം, ഹിന്ദുവാണ്, ആരോ ഇന്ത്യ പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഇരുമ്പ് കെട്ടുകളെ അഴിക്കുന്ന ഒരു അച്ഛനുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവരിതൊന്നും കേട്ടിട്ടില്ല. അവർ ചോദിച്ചു, ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന, അപ്പം പറഞ്ഞ അങ്ങനെ ഉണ്ട്, അത് യേശുക്രിസ്തു അധികാരം കൊടുത്തിരിക്കുന്ന ഒരാളുണ്ട്. ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ. പ്രതിഭാ പാട്ടീൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡൊമിനിക് അച്ഛന് ടിക്കറ്റ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫോൺ കോള് വരികയാണ്. ഫോൺ കോള് വന്നു. അച്ഛൻ അന്തം വിട്ടുപോയി. പ്രസിഡന്റാണ് വിളിക്കുന്നത്. അന്നവർ പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ ഫോൺ കോള് വരികയാണ്. നേരെ പ്രസിഡന്റ് വിളിക്കുന്നു, ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പറഞ്ഞു, വേഗം പൊക്കോളം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്റെ നാമത്തെ ഞാൻ പ്രസിഡന്റിന്റെ വീട്ടിൽ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. ഇന്ത്യൻ പ്രസിഡന്റ് യേശുവേ എന്ന് വിളിക്കാൻ പോവാന്ന് യേശു പറഞ്ഞു. ചൊല്ലി പറഞ്ഞു ഹല്ലേലൂയ. അച്ഛൻ അവിടുന്ന് ഫ്ലൈറ്റ് കയറി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ പറഞ്ഞു, അച്ഛാ, പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ICUവിൽ കയറ്റി വിടാം, പക്ഷെ ഇത് വളരെ സീരിയസ് ആണ്, നാളെ ആകുമ്പോൾ തന്നെ കൊച്ചു മിക്കവാറും മരിച്ചു പോകും, അതിന്റെ ലങ്സ് ഒന്നും ഇപ്പൊ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനകത്തോട്ടൊന്ന് കയറട്ടെ. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ചെന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ തന്നെ കംപ്ലീറ്റ് കെട്ടുകളാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കെട്ടടിയുന്നു. പിറ്റേ ദിവസം കൊച്ചു കണ്ണു തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഒരാഴ്ചക്കകം കൊച്ചു പുറത്തു വന്നു. ഈശോ പറഞ്ഞതുപോലെ തന്നെ പ്രതിഭാ പാട്ടീൽ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് യേശുവേ എന്ന് വിളിച്ചു. ചേർത്ത് പറ ഹല്ലേലൂയ. എന്നിട്ട് അച്ഛന് തന്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായിട്ട് ഇവിടുത്തെ മന്ത്രിമാരെയോ ആരെങ്കിലും കാണണമെങ്കിൽ ഇനി ആരെയും കാണരുത്, എന്റെ ഈ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ മതി. അച്ഛന് വേണ്ടി പ്രസിഡന്റിന്റെ വീട്ടിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കും. താങ്കൾ ദൈവത്തിന്റെ ദാസനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം മട്ടിച്ച മക്കളെ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ.